ഹലോ സുശീലമ്മ, വെൽക്കം ടു VMC മലയാളമ്മ. മാഡം എത്ര കാലമായി മെഡിറ്റേഷൻ ചെയ്യുന്നു? VMCയിലേക്ക് വന്നിട്ട് മാഡത്തിലുണ്ടായ ഈ മെഡിറ്റേഷൻ ചെയ്തതിനു ശേഷം മാഡത്തിലുണ്ടായ അനുഭവങ്ങളും തിരിച്ചറിവുകളും എന്തൊക്കെയാ? സീമാജിക്ക് നമസ്കാരം. പിതാമഹ പത്രജിക്ക് നമസ്കാരം. ഓക്കെ, സുഭാഷിജിക്കും നമസ്കാരം. എന്നെ ഇതിലേക്ക് എത്തിച്ച ശ്രീനാരായണ ഗുരുസ്വാമിക്ക് പാദ നമസ്കാരം. പാദ നമസ്കാരം. പാദ നമസ്കാരം. ഞാൻ ഇതിലേക്ക് വന്നിട്ട് ഒരു വർഷവും ഒരു മാസവുമായി. എനിക്ക് സീമാജിയിലേക്ക് വരാൻ എൻ്റെ ഒരു കൂട്ടുകാരി വിജിയും ഉഷയുമാണ് ഇതിലെ മുഖ്യ കണിയ. പിന്നെ എനിക്ക് ദൈവം എനിക്കെല്ലാം തന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ എന്താണെന്നറിയത്തില്ല, ഒരു സമാധാനവും സന്തോഷവും എനിക്ക് ഇല്ലായിരുന്നു എൻ്റെ മനസ്സിന്. ചെറുപ്പത്തിലെ എൻ്റെ ഭർത്താവ് മരിച്ച് 20 വർഷമായി. കുഞ്ഞുങ്ങൾ 3 പേരും നല്ല നിലയിൽ എത്തണമെന്നായിരുന്നു ഞാൻ ശിവഭഗവാനോടും ഗുരുസ്വാമിയോടും പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഭഗവാൻ എൻ്റെ 3 കുഞ്ഞുങ്ങൾക്കും ജോലിയും 3 കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ഭഗവാൻ നടത്തി തന്നു. ഇപ്പോൾ 1 വർഷമായിട്ട് സീമാജിയുടെ കൂടെ അനുഗ്രഹത്തോടു കൂടി ആകുമ്പോൾ എനിക്ക് എല്ലാം ഭംഗിയായിട്ട് തന്നെ നടത്തി തരുന്നുകൊണ്ട് ഞാൻ എന്താഗ്രഹിക്കുന്നതും അതുപോലെ തന്നെയാണ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് മെഡിറ്റേഷനിലേക്ക് വന്നതിന് ശേഷം എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതൊക്കെ മാഡം സത്യസന്ധമായി ജീവിച്ചത് കൊണ്ടാണ് അല്ലെ? സത്യത്തെയും ധർമ്മത്തെയും മുറുക്ക പിടിച്ചത് കൊണ്ടാണ് മാഡത്തിന് ഇത്രയും അനുഗ്രഹങ്ങൾ, ദൈവാനുഗ്രഹവും പ്രകൃതിയുടെ അനുഗ്രഹവും, പൊന്നുമക്കള് നല്ല രീതിയിൽ സെറ്റിൽ ആവാനും അതൊക്കെ കണ്ട് എത്ര ആശ്വാസത്തോടു കൂടി മാഡം ജീവിക്കുന്നത്. അങ്ങനെയൊക്കെ സത്യമാർഗത്തിലുള്ളത് കൊണ്ട് മെഡിറ്റേഷനിലേക്ക് എത്തിപ്പെട്ടു അല്ലെ? VMCയിലെ വീഡിയോസ് ഒക്കെ കേൾക്കുമ്പോൾ എന്ത് തോന്നിയിരുന്നു മാഡം? ആദ്യമേ തന്നെ ഞാൻ വീഡിയോസ് ഇങ്ങനെ എന്നോട് വിജി പറഞ്ഞത് കേക്കെന്ന് പറഞ്ഞ് ഞാനിത് കേട്ടപ്പോൾ എനിക്കങ്ങ് ഇഷ്ടം തോന്നുന്നു. ഞാൻ പിന്നെ ഇത് വെച്ചോണ്ട് എപ്പോഴും കട്ടിലെ കയറി കിടക്കും. കേട്ട് കുറച്ചൊക്കെ ഉറങ്ങും. പിന്നെ ഞാൻ ഉറങ്ങാൻ പറ്റത്തില്ല, ഇത് കേൾക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാനിത് കേട്ടോണ്ടിരിക്കും. എനിക്ക് കേൾക്കും തോറും അങ്ങ് ഇഷ്ടം. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നെ വഴക്ക് പറയും, ഒരു അമ്മ വഴക്ക് പറയുന്ന രീതിയിൽ അതുപോലെ എനിക്ക് ഇടയ്ക്കുള്ള അനുഭവങ്ങൾ കിട്ടുമായിരുന്നു. അപ്പൊ ഞാൻ വിജിയോട് വിളിച്ച് പറയും, ഇന്ന് സീമാജി എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു, എനിക്ക് നല്ല അടി തന്നു എന്ന് പറയും. അപ്പൊ അതെല്ലാം മാറും ചേച്ചെന്ന് പറഞ്ഞ് വിജി നന്നായിട്ട് കടന്നു ചിരിക്കും. അതായത് ഓരോ വീഡിയോസ് നമുക്ക് കണക്ട് ആവും അല്ലെ? ഇത് തന്നെയാണോ പറയുന്നത്, എനിക്കാണോ എന്നോട് തന്നെയാണ് എപ്പോഴും പറഞ്ഞു. ഞാൻ എന്ത് തെറ്റ് പറഞ്ഞു, ഞാൻ ദേഷ്യപ്പെട്ടു അല്ലെ, അതുപോലെ എന്ത് കാര്യങ്ങളിലാണെങ്കിലും എനിക്ക് സീമാജി ഒരു അമ്മ എന്ന കൂടെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഇന്നും എപ്പോഴും എനിക്ക് തോന്നാറ്. സീമാജി എനിക്കിങ്ങനെ ഫോണിൽ കൂടെ ഇങ്ങനെ കേട്ടോണ്ടിരുന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു ആഗ്രഹം അങ്ങ് തോന്നി, എനിക്ക് സീമാജിയെ കാണണം. അപ്പൊ അങ്ങനെയാണ് ഇടുക്കി വരുന്നെന്നാണ് ആദ്യം കേട്ടത്. അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് പെട്ടെന്നാണ് കോട്ടയത്ത് വരുന്നത് കേട്ടത്. അപ്പൊ ഞാൻ ഇവിടെ 5 പേരോട് ചോദിച്ചു, എനിക്ക് ബ്രഹ്മകുമാരി മണ്ഡപത്തിൽ ഞാൻ പോയിട്ടില്ല, എനിക്ക് അറിയത്തില്ല, ഒന്ന് വരാവോന്ന്. അപ്പൊ അവരെല്ലാം ഓരോ കാരണങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ ഒരു ചേച്ചി, സ്വന്തത്തിലുള്ള ചേച്ചി ഇവിടെ അടുത്തുണ്ട്. അപ്പൊ ചേച്ചി വരികയാണെന്നായിരുന്നു ഞാൻ വിചാരിച്ച്. അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. നീ എങ്ങനെയാ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഓട്ടോയ്ക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഓട്ടോയ്ക്ക് പോയി. സീമാജി അവിടെ ചെന്നപ്പോൾ ക്ലാസ് തുടങ്ങി. ഞങ്ങളും അവിടെ കയറിയിരുന്നു, കണ്ടു. സീമാജി ക്ലാസ്സും കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് സീമാജി ഞാനിന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ചോദിച്ചു. സീമാജി ചിരിച്ചോണ്ട് പറഞ്ഞു, കെട്ടിപ്പിടിച്ചോളാൻ പറഞ്ഞു. ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. എനിക്കങ്ങ് സന്തോഷമായി. ഞാനത് ഫോട്ടോയും എടുത്തു. എന്റെ ഫോട്ടോ എന്റെ കയ്യിലുണ്ട്. എനിക്ക് എന്താന്ന് എന്റെ ഒരു കൂടപ്പറപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ സീമാജി ഇപ്പോഴും കണ്ട നാൾ മുതൽ എനിക്ക് തോന്നുന്നത്. എന്റെ ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ് എനിക്ക്. അത് തന്നെ അതൊരു സത്യം. അതിനുശേഷം ഞങ്ങളൊരു വീട് വെക്കാൻ തുടങ്ങി. ഞങ്ങൾ വാടകയ്ക്ക് പോയായിരുന്നു 1 മാസം. അപ്പൊ അത് എന്റെ വീട് വെക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഇടയ്ക്ക് പണിയൊക്കെ ഇച്ചിരി ഒരു വ്യത്യാസം വന്നു. അത് കഴിഞ്ഞു സീമാജി വീടിന്റെ പണിയൊക്കെ അതൊക്കെ ആയല്ലോ അന്നോർത്ത് എനിക്ക് സങ്കടമായിരുന്നു. അപ്പോൾ ഞാൻ ധ്യാനത്തിലിരിക്കുന്നതിന് മുമ്പേ പറയും, ധ്യാനത്തിലിരിക്കുമ്പോൾ സീമാജി പറയില്ല ഒന്നും വിചാരിക്കരുത്. അപ്പൊ ധ്യാനത്തിലിരിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുമായിരുന്നു, സീമാജി ആ വീടിന്റെ പണി എത്രയും പെട്ടെന്ന് തീർക്കണം. എന്നിട്ട് സീമാജി എനിക്ക് അവിടെ ഒരു ദിവസം കൊണ്ട് കിടത്തണം എന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു. അത് സാധിച്ചു, എനിക്ക് സാധിച്ചു. അത് സീമാജിയുടെ അടുത്ത് ഞങ്ങളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ വീട്ടിലിരുന്നാണ് എനിക്കത് സാധിച്ചു. എന്റെ കൂടപ്പറപ്പുകളെ എല്ലാം എനിക്ക് മെഡിറ്റേഷനിലേക്ക് കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷെ ആരും വരുന്നതായിട്ടൊന്നും എനിക്ക് കാണുന്നില്ല. എന്നാലും ഞാൻ മറ്റുള്ളവരോട് പറയുമ്പോൾ അവര് വരാമെന്ന് പറയുന്നുണ്ട്. എല്ലാത്തിനും ഒരു യോഗം വേണ്ടേ? ഇതിലേക്ക് വരണമെങ്കിൽ എല്ലാവർക്കും ഈസിയാണോ?
ഒരിക്കലും അല്ല. ഇത് വളരെ കഠിനമായിട്ടുള്ള ഒരു മാർഗമാണത്, അല്ലെ? ഇവിടേക്ക് എത്തണമെങ്കിൽ ഒരുപാട് അർഹതയും ശക്തിയും സ്ഥിതിയും പുണ്യകർമ്മങ്ങളുടെ അളവൊക്കെ ഉള്ളവർക്കേ പറ്റുള്ളൂ. പറ്റിയാലും ഇത് കഠിന മാർഗമാണ്. അപ്പോൾ ഇതിൽ എത്ര ശക്തിയും ജ്ഞാനവും സ്ഥിതിയും സഹനവും സമർപ്പണവും ഉള്ളവർക്ക് ഇതിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പൊ അവരൊക്കെ വരും. പക്ഷെ മാഡം പറഞ്ഞ ഒന്നും വെറുതെ പോവില്ല. ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും വരും. പക്ഷെ മാഡം പറയുന്നത് കേൾക്കുന്നവർ മറ്റാരെങ്കിലും നമ്മുടെ കുടുംബത്തിലല്ലാതെ ആത്മബന്ധുക്കൾ ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിലല്ലേ മാഡം ഇപ്പോ അവരൊക്കെ കേൾക്കുന്നില്ലേ? വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ അങ്ങനെ കേൾക്കാൻ. പറയാൻ എനിക്കും പേടിയുണ്ട്. അവർക്കൊക്കെ ഇങ്ങനെ വെജിറ്റേറിയൻ വരാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ ഈ മെഡിറ്റേഷനിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു 6-7 വർഷമായിട്ട് എല്ലാം കുറേശ്ശെ ഒഴിവാക്കി. 2 വർഷം ആയിട്ട് ഞങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. എല്ലാവർക്കും അതിലോടാണ് സംസാരിക്കുന്നത്. അയ്യോ അതെങ്ങനെയാ ഒഴിവാക്കുന്നതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷെ എനിക്കിപ്പോ ഒരു മോരുകറി മാത്രം മതി. നല്ല ടേസ്റ്റായിട്ട് ഇറച്ചി മീനും ഉപയോഗിക്കുന്നതിൽ കൂടുതൽ ടേസ്റ്റാണ് എനിക്ക് തോന്നുന്നത്. അതെന്റെ അമ്മ പറയുമായിരുന്നു എന്നോട്, ഈ വിശപ്പുണ്ടെങ്കിൽ മോരുകറി മാത്രം മതി ചോറുണ്ണാന്, പിന്നെ എന്തിനാ ഇത് കറി നീ ചോദിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അത് എപ്പോഴും ഇപ്പൊ ചോറെടുക്കുന്ന സമയത്ത് ഞാൻ എന്റെ അമ്മ മരിച്ചിട്ടോ 9 വർഷമായി. ഇപ്പൊ ഞാൻ ചോറെടുക്കുമ്പോൾ അമ്മ പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കും, വിശപ്പുണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ മോരുകറി മതി എന്ന്. അങ്ങനെ തന്നെ എനിക്ക് അമ്മയിലൊരു ഓർമ്മ ഇപ്പോൾ വന്നിരിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ഓക്കെ. ഇപ്പൊ മാഡം ഇന്നിപ്പോ ഇവിടെ ക്ലാസ് ഏറ്റുമാനൂരല്ലേ ഇത്? ഏറ്റുമാനൂരിൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനുള്ള ആലോചന എങ്ങനെയാ വന്നേ? അത് കോട്ടയത്ത് ഞാൻ ഇടുക്കിയിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, രാജാക്കാട്ട്. അപ്പൊ ഞാൻ കോട്ടയത്തെ അങ്ങനെ അധികം നോക്കാറില്ല. ചില സമയക്കുറവുള്ളതുകൊണ്ട് കോട്ടയത്തെ ഞാൻ നോക്കാറില്ല. അപ്പൊ ഒരു ദിവസം 3-4 ഈ ഇവിടെ മെഡിറ്റേഷൻ ഇവിടെ ക്ലാസ് വെക്കുന്നതിന് ഒരാഴ്ചയായുള്ളൂ. അപ്പൊ ഞാൻ അന്നേരം ചുമ്മാ കോട്ടയത്തെ വെച്ചൊന്ന് നോക്കിയപ്പോൾ അപ്പൊ കോട്ടയത്ത് ഇങ്ങനെ ക്ലാസ് തുടങ്ങുന്നു എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ഓർത്ത് കോട്ടയത്തെ നമ്മുടെ കാണക്കാരി കൊണ്ടുവന്നാലോ എന്ന് ഞാൻ അന്നേരം പെട്ടെന്ന് ആലോചിച്ചു. അന്നേരം കമലം മാഡം പറയുന്നു, സിന്ധു മാഡവും കമലമാവും പറയുന്നു, പിന്നെ പായിപ്പാട് വെച്ച് നടത്താൻ അവര് അവിടെ SNDP ഹാള് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും വിചാരിച്ചു അത് ഇവിടെ. അപ്പൊ ഞാൻ വിളിച്ച് ചോദിച്ചു, നമുക്കിവിടെ കാണക്കാരി വെക്കാൻ പറ്റുമോ എന്ന് സിന്ധുമാമനോട് ചോദിച്ചു. അപ്പൊ സിന്ധുമാമൻ പറഞ്ഞു, കമലമ്മ മാമൻ നോക്കുന്നുണ്ട്, അപ്പൊ അത് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അവിടെ ചോദിച്ചപ്പോൾ ഓഡിറ്റോറിയത്തിനാണ്ട് അവർ 5000 രൂപയും ഭക്ഷണത്തിന് ചോദിച്ചു ഒരാൾക്ക് 120 രൂപയും പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ നാളെ SNDPക്കാരോട് വിളിച്ച് ചോദിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ ഇരുന്നപ്പോൾ SNDPക്കാർ ഇവിടെ രാവിലെ 10 മണിയായപ്പം പ്രസിഡന്റ് സെക്രട്ടറിയും കൂടെ എന്റെ വീട്ടിൽ വന്നു. എനിക്ക് അവരോട് പോയി ചോദിക്കേണ്ടത് പോലും വന്നില്ല. അവരിങ്ങോട്ട് വന്നു. അപ്പൊ അവര് വന്നതിന്റെ കാരണം ഒരു കൂപ്പൺ എന്നെ കൊണ്ട് വിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പൊ അത് തരാൻ വേണ്ടി അവർ വന്നത്. പക്ഷേങ്കിൽ അവരോട് ഞാൻ ഈ കാര്യം പറഞ്ഞു. സെക്രട്ടറിയും പ്രസിഡന്റും ഒരുപോലെ പറഞ്ഞു. പിന്നെ അതിന് ഞാൻ ചോദിച്ചിങ്ങനെ ഒരു മെഡിറ്റേഷൻ ക്ലാസ് സീമാജിയുടെ അവിടെ ഹാള് തരാവോ ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതിന് എന്നെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പെട്ടെന്ന് അങ്ങനെ ഒറ്റ ഭാഗത്ത് തന്നെ ചോദിച്ചത് അവർ സമ്മതിച്ചു. അങ്ങനെ ഞാൻ സിന്ധുമാമിനോട് വിളിച്ചു പറഞ്ഞു. സിന്ധുമാം കമലമ്മയോട് പറഞ്ഞു. കമലമ്മ അത് അവിടെ ചോദിച്ചപ്പം ഇത്ര രൂപയാണല്ലോ പറഞ്ഞത്. അപ്പൊ എന്നാ കണക്കാരില്ല അത്ര കുറവല്ലേ പറയുന്നത്, എങ്കില് അത് ഇവിടെ വെച്ച് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കാണക്കാരിലെ ഓഡിറ്റോറിയത്തിന്റെ പൈസയുടെ കാര്യം നിങ്ങൾ ആരും അറിയണ്ട, അത് ഞാൻ തന്നെ കൊടുത്തോളാം എന്നും പറഞ്ഞു കൂടെ തന്നെ. അപ്പൊ അവരെല്ലാരും ഒന്ന് സമ്മതിച്ചു. അവർ വന്ന് ഓഡിറ്റോറിയം വന്ന് 2 പേരും വന്ന് കണ്ടപ്പം വലിയ ഓഡിറ്റോറിയം ഒന്നും അല്ലാന്ന് ഞാൻ പറഞ്ഞു. ഷീറ്റ് ഇട്ടതാണ്, ചെറുതാണ്, എങ്കിലും 100 പേർക്ക് ഇരിക്കാൻ സുഖമായിട്ട് 10-250 കസേരയുണ്ട്, കുഴപ്പമില്ല, അവർക്കും സന്തോഷം. അങ്ങനെയാണ് അവര് ഇവിടെ കാണക്കാരിലേക്ക് വെക്കാൻ പെട്ടെന്ന് അങ്ങ് തീരുമാനിച്ചു. അത് ഞങ്ങള് എല്ലാവരും പോയി കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അവിടെ തീ വെക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതും ഗുരുദേവന്റെ അല്ലേ? അതെല്ലാം ഗുരുദേവന്റെ അനുഗ്രഹമാണ്. ഗുരുദേവനാണ് എന്റെ ഉള്ളിൽ എപ്പോഴും ഉള്ളത്. ഗുരു തന്നെയാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത്, എല്ലാവരെയും എവിടേക്ക് എത്തിക്കുന്നത്. ഒരു സ്വാമി പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ 100 വർഷം കഴിയുമ്പം ഒരു സ്വാമി എല്ലാവരിലും ആകുമെന്ന്. അതുപോലെ തന്നെ നമ്മൾ സീമാജിയിലൂടെ ഒരു സ്വാമിയെ നമ്മൾ കാണുക. എന്നെപ്പോലെ ഒരുപാട് പേര്, നമ്മളെല്ലാം അങ്ങനെയുള്ളവരാണ്. ഓക്കെ, ഒരാളോ 2 അല്ലമ്മ, എല്ലാവരും ഇപ്പൊ സത്യയുഗം വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രവേശിച്ചു തുടങ്ങി. ആ കലി എന്നുള്ളത് എത്ര അധർമ്മം പരിപൂർണമായിട്ട് വിളയതാണ്ടവം ആടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭൂമിയിൽ നിന്ന് പോവാതിരിക്കാൻ. അപ്പൊ നമ്മളെ പോലുള്ളവരിലൂടെ സത്യം പുറത്തേക്ക് പ്രവഹിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതിനാണ് 1-2 പോരാ, എല്ലാവരും സത്യം പറയുന്നത്. അപ്പൊ മാഡത്തിന് അറിയുന്നത് മാഡം ഈ വീഡിയോയിലൂടെ പറയുമ്പോൾ എത്ര പേർക്ക് തിരിച്ചറിവുണ്ടാവും അറിയോ? അപ്പൊ എല്ലാവരും സത്യം പറയാൻ തുടങ്ങി. അത് തന്നെയല്ലേ സത്യയുഗം അല്ലേ? ഗുരു എല്ലാവരിലൂടെ സംസാരിച്ചു തുടങ്ങി. ഇനി ഗുരു എല്ലാവരിലൂടെയും, ഗുരുദേവൻ, അതായത് പരമഗുരു പരമ്പര എല്ലാവരിലൂടെ സംസാരിച്ചു തുടങ്ങും. ഇനി ഭൂമിയിൽ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. അതിന് നമ്മളൊക്കെ കുഞ്ഞു കുഞ്ഞു കാരണങ്ങളാണ് അല്ലേ?
യെസ്. അപ്പോൾ അത് എല്ലാവരിലേക്കും ഈ ഒരു ക്ലാസ്സിലൂടെയും ഈ ഒരു ഇന്റർവ്യൂയിലൂടെയും ഒക്കെ ഒരുപാട് പേരിലേക്ക് ഇനിയും ഈ സത്യസന്ധമായിട്ടുള്ള സത്യമാർഗം എത്താൻ ഇത് കാരണമാവട്ടെ. താങ്ക് യു സുശീലമ്മ. താങ്ക് യു. യാ യാ. നമസ്തേ ഗുജു. നമസ്തേ. യാ.